മകളെ പരീക്ഷ എടുത്തു. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് മീനോളം എന്നുള്ള ജയപ്രകാശ് കുളൂരിൻ്റെ നാടകം. അപ്പോൾ മീനോളം എന്ന കഥയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോ. അപ്പോൾ ചോദ്യം ഇതാണ്, കഥാപാത്ര നിരൂപണം എഴുതാം. കഥയിലെ നാടകത്തിലെ കുഞ്ഞുമീനിന്റെ സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം എഴുതുക എന്നാണ് ചോദ്യം. ഒരു കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു. എന്താണ് കഥയുടെ പേര്? ആരെഴുതിയതാണ് കഥ? കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇതാണ് കഥാപാത്രത്തെ പരിചയപ്പെടുത്തൽ. അടുത്തത് കഥയിൽ കഥാപാത്രത്തിന്റെ സ്ഥാനമാണ്. കഥയിൽ കഥാപാത്രത്തിന് കേന്ദ്ര സ്ഥാനമാണുള്ളത്. പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, പ്രധാനപ്പെട്ട കഥാപാത്രമല്ല എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? കഥയിലുള്ള കഥാപാത്രത്തിന്റെ സ്ഥാനത്തെ നിർണ്ണയിക്കാം. അപ്പോൾ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു, കഥയിലെ സ്ഥാനം, കഥാപാത്രത്തിന്റെ സ്വഭാവം, പെരുമാറ്റം, രൂപം, വേഷം, ഇത് പ്രധാനമാണ്. കഥാപാത്രത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? സ്നേഹമുള്ള ആളാണ്, ഒരുപാട് എന്ത് ചെയ്യുന്നു, സ്നേഹമുള്ള ആളാണ്, ദുഷ്ടനായ ആളാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് പറയാം. പെരുമാറ്റം എങ്ങനെയാണ്? എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അല്ലെ, പെരുമാറ്റം എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഇത് നമുക്ക് എന്ത് ചെയ്യണം, പറയാം. പിന്നെയോ വേഷം, എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത്, അത് നമുക്ക് പറയാം. ഇനി നിങ്ങളുടെ അഭിപ്രായം, ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പറയാം. അതുപോലെ പ്രത്യേകതയാണ് സമാന കഥാപാത്രങ്ങൾ. അതായത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം, മുന്നേ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മളോട് കഥാപാത്ര സ്വഭാവം എഴുതാൻ വേണ്ടി പറയുന്ന, നിരൂപണം എഴുതാൻ പറയുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവമായോ രൂപമായോ എന്തെങ്കിലും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു അടുപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അത് നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം. ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള ഈ കഥയുള്ള കഥാപാത്രവും ഈ കഥയിലെ കുഞ്ഞുമീനുമായി എനിക്ക് ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത് എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാടാ, ആ കഥാപാത്രത്തെയും ഈ കഥാപാത്രത്തെയും സാമ്യപ്പെടുത്തലുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കുഞ്ഞുമീൻ എന്നുള്ള കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അതിന്റെ സ്വഭാവം നിരന്തരം സംശയം ചോദിക്കുന്നവളാണ്, ഉത്തരങ്ങൾ തൃപ്തി വരാത്തവളാണ്, ജിജ്ഞാസുവാണ്, അതായത് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുള്ള ആളാണ്, മൂർച്ചയുള്ള ചോദ്യം ഉന്നയിക്കുന്നവളാണ്, ധൈര്യമുള്ളവളാണ്, അന്വേഷണത്തിൽ താല്പര്യമുള്ളവളാണ്, അമ്മയോട് അതിയായ സ്നേഹമുണ്ട്, അമ്മയുമായി കണ്ടെത്തി ഉത്തരം പങ്കുവെക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുമീൻ്റെ സ്വഭാവം, പിന്നെയോ കുഞ്ഞുമീൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതൊക്കെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഥാപാത്ര നിരൂപണം എഴുതി നോക്കാം. കടലിനെ അറിയാൻ കുഞ്ഞുമീൻ നടത്തുന്ന യാത്രയാണ് ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം എന്ന നാടകം. നാടകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കുട്ടിയാണ്. കടലിനെ പറ്റി അറിയാനുള്ള വ്യഗ്രതയുള്ള കുഞ്ഞിൻ്റെ മനസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിരന്തരം സംശയം ചോദിക്കുന്നവളാണ് കഥയിലെ കുഞ്ഞുമീൻ. അമ്മയുടെ ഉത്തരങ്ങളിലൊന്നും അവളെ തൃപ്തിയാക്കുന്നില്ല, മൂർച്ചയുള്ള ചോദ്യങ്ങളാണ് അവൾ ചോദിക്കുന്നത്. എന്താണമ്മേ ഈ കടൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കുഞ്ഞുമീൻ കടല് പിന്നിട്ട് വീണ്ടും അന്വേഷണത്തിന്റെ യാത്ര തുടരുന്നു. യാത്രക്ക് ഒപ്പം അമ്മയെയും കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അമ്മയുമായുള്ള സ്നേഹബന്ധം ഇവിടെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധിയിലും അമ്മ കൂടെയുണ്ടാവുമെന്ന തോന്നലിൽ കടലിനെ കൂടുതൽ അറിഞ്ഞു അമ്മയോട് ഉത്തരം നൽകാൻ തിരിച്ചു വന്നത്. ഉത്തരം അമ്മയോട് പങ്കുവെക്കുകയും ചെയ്തു. അറിവ് നേടാൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഏതറ്റം വരെയും കുഞ്ഞുമീൻ സഞ്ചരിക്കുന്നു. പുതിയ കാലത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി പ്രതീകമാണ് കുഞ്ഞുമീൻ എന്ന കഥാപാത്രം. അപ്പോൾ കുഞ്ഞുമീൻ എന്ന കഥാപാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തോളാം, നമ്മൾ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം സവിശേഷതകൾ ഒക്കെ ചേർന്ന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം നമ്മളോട് ചോദിക്കാം. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ് മക്കളെ. എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. എക്സാമിന് എന്ത് ചെയ്യാം, ഏത് കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോഴും കഥാപാത്ര നിരൂപണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. കഥാപാത്രത്തെ പരിചയപ്പെടുന്നു, കഥയിലെ സ്ഥാനം, കഥാപാത്രത്തിന്റെ സ്വഭാവം, പെരുമാറ്റം, വേഷം, നിങ്ങളുടെ അഭിപ്രായം, സമാന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ചേർന്ന് എന്ത് ചെയ്യുക, കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.